പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഇന്ന് ഒലിവിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടുകൂടെയുള്ളത് ജെയ്സ് ജോർജാണ്. പുതിയ തലമുറയിൽപ്പെട്ട ഒരാളും ആത്മീയ മേഖലയിൽ പുത്തൻ ചിന്താഗതികളൊക്കെ വെച്ചു പുലർത്തുന്നവരുടെ പ്രതിനിധിയുമാണ് ജെയ്സ് ജോർജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹവുമായി ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഇന്ന് ഞാൻ ബ്രദറുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു ചിന്ത, പൊതുവേ നമ്മൾ ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അതിൽ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, അല്ലെങ്കിൽ ഉപമകളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, അല്ലെങ്കിൽ അത്ഭുത പ്രവർത്തനങ്ങളുടെ പിന്നാലെയുള്ളൊരു പരക്കം പാച്ചിൽ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മൾ സുവിശേഷങ്ങളിലേക്കും പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെയൊക്കെ കാലഘട്ടത്തിലൂടെ നോക്കുമ്പോൾ അവർ വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലി വെച്ച് പുലർത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ എങ്ങനെയാണ് ബ്രദർ കാണുന്നത്? എങ്ങനെയാണ് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അപ്പോൾ അതിനെ ഞാൻ എങ്ങനെ കാണുന്നത് ചിന്തിച്ചാൽ, ഇപ്പോൾ ഈശോ സിസ്ലീഹന്മാരോട് പറഞ്ഞ് നമ്മൾ വേദപാഠങ്ങളിൽ പഠിക്കുന്നതിനാണ്, ബൈബിളിലും കാണുന്ന സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞ കൽപ്പനയാണ് അല്ലേ. അപ്പോൾ അതാണ് അപ്പോസ്തലന്മാർ ചെയ്തത്, അങ്ങനെയാണ് സഭ വളർന്നതെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഈ സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞ കൽപ്പനയെ അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയിട്ട് കൊടുത്ത തലത്തിലൊരു മാറ്റമുണ്ട്. അത് ഞാൻ പറയാം. നമുക്ക് ഇത് നോക്കി, ഞാൻ വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളിൽ 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ തിരുവചനമാണേ. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ്, ക്രിസ്തുവാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞത് സുവിശേഷം ലോകത്തെ അറിയിക്കാനാണ്. പക്ഷെ അവരതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇവിടെ പറയുന്നുണ്ടോ, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ഒരുവൻ ക്രിസ്തുവിനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ലോകത്തോട് അറിയിക്കാനും സാക്ഷ്യപ്പെടുത്താനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. പത്രോസ് അപ്പോസ്തലൻ്റെ വാക്കാണ്. ഇനി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കേൾക്കണേ. ഇത് 17-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനം വായിക്കുന്നത്. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പം അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിക്കാൻ ക്രിസ്തുവിൻ്റെ കൽപ്പന മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ സുവിശേഷം എന്ന് പറയുമ്പം പാവമായ ഈശോ, ആരെയും ഒന്നും ചെയ്യാലാത്തൊരു ഈശോ, രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ, പൊറുക്കുന്ന ഈശോ, ക്ഷമിക്കുന്ന ഈശോ, സഹിക്കുന്ന ഈശോ, ഇതാണല്ലോ നമ്മുടെ അല്ലേ. നമ്മൾ വേദപാഠം പഠിച്ചു, നമ്മൾ നമ്മുടെ സുവിശേഷങ്ങളിലൊക്കെ കാണുന്നത് ആരാധനകളും അപേക്ഷകളും സ്വീകരിച്ച് പ്രസാദിക്കുന്ന ഒരു ഈശോയാണ്. നമുക്ക് നല്ലൊരു ഈശോയല്ലേ നമുക്ക് കണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോസ്തലന്മാർക്ക് മറ്റൊരു കാര്യം അറിയാമായിരുന്നു. അവർ പറഞ്ഞത് എന്താണ്? രക്ഷകനും ദൈവമായിരിക്കുന്ന അതേ ക്രിസ്തു തന്നെ കണക്ക് ചോദിക്കുന്നവനാണ്, വിധികർത്താവാണ്. അപ്പം നമ്മളെ രക്ഷിക്കുകയും നമ്മുടെ ദൈവമായിരിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഇവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഇവരുടെ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതിൽ അതാണ് അപ്പോസ്തലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറയിന്മേലാണ് സഭ പണിത് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭ പറയുന്നത് വിശുദ്ധരുണ്ട്, വിശുദ്ധ ഗ്രന്ഥമുണ്ട്, വിശുദ്ധ പാരമ്പര്യങ്ങളുണ്ട്, സഭയുണ്ട്, ഒരു ബൈബിളുണ്ട്, എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത്. ഈ കൂട്ടായ്മയാണ് സഭ വിളിക്കുന്നത്, അല്ലാതെ ബൈബിൾ മാത്രമായിട്ടല്ല. അപ്പോസ്തലന്മാരും വിശുദ്ധരും രക്തസാക്ഷികളും സഭാപിതാക്കന്മാരും നമ്മുടെ മാതാപിതാക്കൾ അടങ്ങുന്ന കൂട്ടായ്മയാണ് സഭയെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് ലോകത്തെ ക്രിസ്തുവിന് മൗതിക ശരീരമായി നിന്നുകൊണ്ട് സഭയെ ലോകത്തെ വിശദീകരിക്കുന്നത്. അപ്പോൾ ലോകത്തെ വിശദീകരിക്കുകയാണ് എന്തിൻ്റെ ഉദ്ദേശം? അപ്പോസ്തലന്മാരുടെ കണക്കനുസരിച്ച്, പ്രബോധനമനുസരിച്ച് ക്രൈസ്തവരുടെ ലക്ഷ്യം. അപ്പം ആ ലോകത്തെ വിശദീകരിക്കണം എന്ത് വേണം? നാം നമ്മെ തന്നെ വിശദീകരിക്കണം. മനസ്സിലായോ? അപ്പം ഇത് മനസ്സിലാക്കിയിട്ടാണ് താൻ നിയോഗിച്ചിരിക്കുന്ന ഒരുവൻ മുഖാന്തരം ലോകത്തെ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ഈ വിധി എന്ന് പറയുമ്പോൾ നരകം സ്വർഗം എന്ന് പറഞ്ഞുള്ള അർത്ഥത്തിലല്ല, അത് കർത്താവിൻ്റെ പണിയാണ്. പക്ഷെ താലന്തുകൾ കണക്ക് ചോദിക്കുന്നു അതിൻ്റെ അർത്ഥം. വിധി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ വിധിയെക്കുറിച്ച് പറയാൻ നമുക്ക് അർഹതയില്ല. അത് കൃത്യമായി പഠിപ്പിക്കേണ്ടവർ അല്ലെങ്കിൽ കർത്താവാണത് പറയേണ്ടത്. പക്ഷേ കണക്ക് ചോദിക്കും. ഇത് അവർക്കറിയാമായിരുന്നു അപ്പോസ്തലന്മാർക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം ഒരുവരെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലനും താൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരുവൻ മുഖാന്തരം ലോകത്തോടെ നീതിയോടെ വിധിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കാൻ കാരണം കണക്ക് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 2 കൊരിന്തോസ് 5:15 വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഈശോയെ 2 കൊരിന്തോസ് 5:15 വരുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ജീവിച്ചിരിക്കുന്നവർ ഉണ്ടോ, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിന് വേണ്ടി ജീവിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത്, അപ്പോൾ ആരോടാണ് തങ്ങൾ പ്രസംഗിക്കുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യം, ഓഡിയൻസിൻ്റെ ആത്മസ്ഥിതി അപ്പോസ്തലന്മാർക്കറിയായിരുന്നു. വിശ്വാസത്തിൽ പാരമ്പര്യമായിട്ട് വിശ്വാസം വന്നവരോടാണ് എന്താ പറഞ്ഞ ഫലം പുറപ്പെടുവിക്കണം എന്നാണ് പറഞ്ഞത്. രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം? മൂപ്പന്മാരെ സമീപിക്കണം, തൈലം പൂശി പ്രാർത്ഥിക്കണം. ദുരിതത്തിലാണെങ്കിലോ ധ്യാനം കൂടണം, പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ആരാണ് ധ്യാനം കൂടേണ്ടത്, ആരാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. നിങ്ങൾ സമൃദ്ധിയുണ്ടോ, ഉണ്ണാനും കൊടുക്കാനും കയറി കിടക്കാനും ഉണ്ടോ, നിങ്ങൾ സ്തോത്രഗീതം ആലപിക്കുക. ദരിദ്ര സഭയെ തീത്തോസ് നിങ്ങളുടെ ഇടയിൽ തുടങ്ങി വെച്ചിരിക്കുന്ന കാരുണ്യ പ്രവർത്തികളിൽ സഹായിക്കും. ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രബോധനത്തിൽ. അതായത് ഓരോരുത്തരുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയും അത് വെച്ചുകൊണ്ട് അവർ അനുസരിച്ച് അവർക്ക് ചേരുന്ന രീതിയിലുള്ള, അല്ലാതെ രോഗശാന്തി എന്നും പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിടുതലെന്നും പറഞ്ഞുകൊണ്ടല്ല. വിടുതൽ ആവശ്യമുള്ളവർക്ക് വിടുതലും, രോഗശാന്തി ആവശ്യമുള്ളവർക്ക് രോഗശാന്തിയും, സ്പിരിച്വൽ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് സ്പിരിച്വൽ കൗൺസിലിങ്ങുമാണ്. അതായത് വിശ്വാസ സമൂഹത്തോടാണ് തങ്ങൾ പ്രസംഗിക്കുന്നത്. വിശ്വാസ സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധിയും വിശ്വസ്തതയുമാണ്. അതുകൊണ്ടാണ് ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ നമ്മളെ പ്രതി ജീവിച്ച് മരിച്ചുയർത്തവന് വേണ്ടി ജീവിക്കുമെന്ന് കൃത്യമായാണ് പഠിപ്പിക്കുന്നത്. ഇനി ഇത് പറയുമ്പോൾ പത്രോസ്ലീഹ പറയുന്നത് നോക്കുകയാണ്. പത്രോസ്ലീഹയും വളരെ ഷാർപ്പായിട്ട് പത്രോസ്ലീഹ പഠിപ്പിക്കുന്നു. നോക്കിയേ, ഇത് കണ്ടോ, നമ്മുടെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. പാപമോചനമാണ് ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു നോക്കിയേ, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. നമ്മൾ പ്രസംഗിക്കപ്പെടുന്ന ഫസ്റ്റ് പാർട്ടാണ് പാപമോചനമാണ്. യേശു പാവമാണ്, ഈശോ നല്ലയാളാണ്. ഇടത്തേക്കാരൻ തെളിച്ചാൽ വലത്തേക്കാരനെ കാണിച്ചു കൊടുക്കും. ഈശോ നല്ല കുഞ്ഞാണ്, പാവമാട്ടോ നമ്മുടെ ഈശോ നമ്മൾ പറയും. രക്ഷപ്പെട്ടു പറയുന്നത്. പക്ഷെ റെസ്പോൺസാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. ഇതിപ്പോൾ ശിക്ഷയെ പേടിച്ചിട്ടല്ല. ഇപ്പം ഞാൻ പറയാം, ഒരാൾ ഇപ്പോൾ എനിക്ക് 2 കോടി കടമുണ്ട്, ജെയ്സ് എൻ്റെ 2 കോടി കടം അടച്ചു തന്നു, നിരുപാധികം അടച്ചു തന്നു, പിന്നെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം? കടമില്ലാത്തവനെ പോലെ പുതിയ ജീവിതം ഞാൻ തുടങ്ങണ്ടേ? എനിക്ക് 2 കോടി കടമുണ്ട്, ജെയ്സ് 2 കോടി വീട്ടിൽ തരുന്നു. എന്നിട്ട് പറയുകയാണ്, സഹോദര യാതൊരു ബാധ്യതയില്ല കേട്ടോ, സുഖമായിട്ട് ജീവിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോൾ നാളെ മുതൽ ഞാൻ അധ്വാനിക്കേണ്ടെന്ന് അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ കുരിശിൽ മരിച്ചു, പാപം ക്രിസ്തു ഏറ്റെടുത്തു എന്ന് പറയുമ്പം എൻ്റെ പാപത്തിന്, ഇനി എൻ്റെ മാതാപിതാക്കളുടെ പൂർവികരുടെ പാപത്തിന് ഞാനൊന്നും ചെയ്യേണ്ടതില്ല, ദാനമായി സ്വീകരിച്ചു കൊള്ളുക. ഫ്രീ ഗിഫ്റ്റാണ് പാപമോചനം. ക്രിസ്തുവിൽ പാപമോചനം ഫ്രീ ഗിഫ്റ്റാണ്. ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. പക്ഷെ പിന്നീട് ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്. മനസ്സിലായോ? ഇപ്പം പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ നമ്മുടെ പാപം മോചിച്ചു തരുന്നു, ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. അതെന്തിനു വേണ്ടിയാണ്? ദൈവമക്കളുടെ സ്ഥാനത്ത് ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത് എന്ന് പഠിപ്പിക്കുന്നത്. അപ്പം വിശ്വാസികളാണ് ധ്യാനിക്കാൻ വരുന്നതെങ്കിൽ അവർക്ക് രോഗിയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ തലയിൽ കൈവച്ച് തൈലം പൂശി മൂപ്പൻ സഭ അംഗീകരിച്ചിരിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കണം, രോഗിയാണെങ്കിൽ. അതായത് ഒരേ പ്രബോധനം സാർവത്രികമായിട്ട് എല്ലാവർക്കും ഒരേ ശൈലിയോ അല്ലെങ്കിൽ ഒരേ അപ്രോച്ചോ ഒരിക്കലും പാടില്ല എന്ന് വേണം. ഇപ്പോൾ ശരി, ഞാൻ പറഞ്ഞു, നമുക്ക് സഭയിൽ അറിയപ്പെടുന്ന ഒരു അൽമായ സുവിശേഷകനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റൊരു സുവിശേഷകനെ കണ്ടപ്പം പ്രാർത്ഥനയല്ലാതെ ഇനി ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിലെ അത്യാവശ്യം എല്ലാവരും അറിയുന്ന 2 അൽമായ സുവിശേഷകരാണ്. അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നയാളുടെ അടുത്ത് പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥനയല്ലാതെ ഒരു പരിഹാരവും ഇല്ല എന്ന്. അത് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയോടാണ് പറയുന്നത് പ്രാർത്ഥിക്കാൻ. കാരണം പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവൻ. ഓരോരുത്തർക്കും കൃപയുണ്ട്. ക്രൈസ്തവനായിരിക്കുന്ന കർഷകൻ്റെ വിളിയതാണ് കാർഷിക മേഖലയെ ശുദ്ധീകരിച്ചുകൊണ്ട് ലോകത്തെ ശുദ്ധീകരിക്കുക. ബിസിനസ്സുകാരനായിരിക്കുന്ന കൃഷിക്കാരൻ്റെ ബിസിനസ്സുകാരനായിരിക്കുന്ന ക്രൈസ്തവൻ്റെ വിളി എന്നതാണ് ബിസിനസ്സിലെ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം. പട്ടാളക്കാരനാണെങ്കിൽ ക്രിസ്ത്യാനി എന്ന രീതിയിൽ രാജ്യത്തെ കൂടുതൽ വിശ്വസ്തയോടെ സേവിച്ചുകൊണ്ട് അവിടം വിശദീകരിക്കുക. മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ അവിടം കൂടുതൽ സേവിച്ചുകൊണ്ട് വിശദീകരിക്കുക. ഇതിനകത്തൊരു സാർവത്രികത ഇല്ല എന്നുള്ളത്. എല്ലാവർക്കും എല്ലാം ആകാൻ പറ്റിയല്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു തോന്നിയത്, അതായത് ഇതിനകത്ത് വലിയൊരു അപകടമുള്ള പോലെ തോന്നുന്നു. അതായത് ഒരാൾക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സമൂഹത്തിനോ ഒക്കെ ആയിട്ട് നൽകപ്പെടുന്ന ഇത്ര നല്ല ബോധ്യങ്ങളായിരിക്കാം, അവരെ സംബന്ധിച്ച് കറക്റ്റ് ആയിരിക്കാം. പക്ഷെ അത് എല്ലാവർക്കും ഇതാണ് അവർ പിന്തുടരേണ്ട മാർഗ്ഗം, ഇതാണ്, ഇങ്ങനെ പോയാലേ നമ്മൾ രക്ഷയെത്തുള്ളൂ, ഇതാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളൊരു ശൈലിയിൽ അതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടതാണ്. അപ്പോസ്തലന്മാർ പറഞ്ഞ എന്താ? വിശുദ്ധിയും വിശ്വസ്തതയും. ഈ 2 കാര്യം മസ്റ്റാണ്, റിഗാർഡ്ലെസ് ഓഫ് വിളിയെ പരിഗണിക്കാതെ. വിശുദ്ധിയും വിശ്വസ്തതയും മസ്റ്റാണ്. വിവാഹിതന് വിശുദ്ധിയും വിശ്വസ്തതയും വേണം, പുരോഹിതന് വേണം, കന്യാസ്ത്രീക്ക് വേണം, പാസ്റ്ററിന് വേണം, വൈദികന് വേണം, എല്ലാവർക്കും വിശുദ്ധിയും വിശ്വസ്തതയും വേണം. പക്ഷേ ഇതിൻ്റെ ഓരോരുത്തർക്കും ലഭിക്കേണ്ട, അപ്പം ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച വ്യക്തിയോടാണ് പ്രശ്നത്തിന് പരിഹാരം പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ വചനത്തിൽ നോക്കിയാൽ നമുക്കറിയാം, അപ്പോസ്തലന്മാർ ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വ്യാപരിക്കാം, നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതുവഴി ക്രിസ്ത്യാനിറ്റിയുടെ ഷാർപ്പ്നെസ് നഷ്ടപ്പെട്ടു പോവാം. ഇപ്പോൾ ലളിതമായിട്ടൊരു മനസ്സിലൊന്നൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എല്ലാവരും പ്രാർത്ഥനയാണ്, ഇപ്പോൾ പട്ടാൾക്കാർ ഉൾപ്പെടെ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും 365 ദിവസം പ്രാർത്ഥന മാത്രമേ എന്നുള്ളൂ. അപ്പോൾ പിന്നെ മറ്റു തലങ്ങളില്ലാതെ അതാണ് പറഞ്ഞു. അതാണ് വിവിധങ്ങളായ വരങ്ങൾ തരുന്നത്. പിന്നെ അവയവം, ശരീരം ഒന്നാണെങ്കിലും അവയവം വ്യത്യസ്തമാണ്. അതാത് അവയവം അതിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. വ്യത്യസ്തമായ റോളുകളാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇപ്പം ഞാൻ പറയാം, വിവാഹിതൻ്റെ കടമ എന്താ?
കുടുംബം, നല്ല കുടുംബം ജീവിച്ചുകൊണ്ട് മക്കളെ കുടുംബജീവിതത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. സുവിശേഷകരുടെ കടമ എന്താ? നല്ല സുവിശേഷ ജീവിതം ജീവിച്ചുകൊണ്ട് ആൾക്കാർ സുവിശേഷ വെളിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്താണ് എൻ്റെ കടമ, എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കോള്? ബേസിക് കോളിൽ പ്രശ്നം ഉണ്ടാക്കുകയില്ല പരിശുദ്ധാത്മാവ്. അങ്ങനെയും കൂടിയുണ്ട്. വിവാഹിതനെ സുവിശേഷത്തിലേക്ക് വിളിക്കുമ്പോൾ ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വിളിക്കുകയല്ല. അപ്പോൾ എക്സെപ്ഷണൽ കേസുകൾ വരും. അപ്പോൾ സ്പിരിച്വൽ ഫാദേഴ്സിനെ കണ്ട് ഗൈഡൻസ് എടുക്കണം, സ്വമേധയാ തീരുമാനം എടുക്കാതെ. പക്ഷേ സാധാരണ കേസുകളിൽ ഇപ്പം മദർ തെരേസനെ വിളിച്ചു, ഒരു കോൺവെൻറ്റിൽ നിന്നാണ് വിളിച്ചത്. ആ കോൺവെൻറ്റ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണോ വിളിച്ചത്? അല്ല. ഇപ്പോൾ നമ്മൾ പല പ്രവാചകർ ഇറക്കുന്ന പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ്. മനസ്സിലായി? തള്ളി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട്, മനോരമയിലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടോ ഒക്കെയാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന അടിസ്ഥാന വിളിയിൽ ഒരാൾ പുരോഹിതനാണെങ്കിൽ ആ അടിസ്ഥാന വിളി പ്രശ്നം ഉണ്ടാക്കിയാലാണ്. കോൺഗ്രിഗേഷന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഒരു അച്ഛനെ വിളിക്കുകയല്ല, ഒരു സിസ്റ്ററിനെ വിളിക്കുകയല്ല. ഇപ്പോൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലായി? അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്രമം ഉണ്ടെങ്കിൽ അതൊരു നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയില്ല. ഇപ്പോൾ എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ സ്കൂട്ടറിന് വേണ്ടി ചെയ്യുന്നൊരു വിഷയമല്ലത്. നമ്മൾ സാധാരണഗതി പൊതുതത്വമാണ് പറയുന്നത്. പെട്ടെന്ന് വ്യക്തതയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് ഇതുമായിട്ട് മാറ്റാവുന്നുണ്ടെങ്കിൽ, അതായത് ഈശോ ജനിച്ച സാഹചര്യം, വളർന്നു വന്ന സാഹചര്യം, അന്നത്തെ നിയമത്തിനും സംവിധാനത്തിനും അധികാരത്തിനും ഒക്കെ വിധേയപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ദൈവത്തിന്റെ അവതാരമാണ്, പുത്രനാണ്, ആ ഒരു ശൈലിയിലല്ലല്ലോ. അല്ല, അപ്പോൾ അതാ പറഞ്ഞത്. അതായത് സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവമാകിയാൽ തൻ്റെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിൽ അവിടുന്ന് ആ പരിമിതപ്പെടുത്തി. അതാണ് പിലാത്തോസിനോട് പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല, ഞാനിവിടെ റോമാക്കാരെ പുറത്താക്കാൻ വന്നതൊന്നുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നത്. അപ്പോൾ അവിടെയാണ് പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പിതാവിൻ്റെ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്ന് പഠിപ്പിക്കുന്നതൊക്കെ അവിടെയുണ്ട്. അതാണ് അപ്പസ്തലന്മാർ പറഞ്ഞത്, ഇനിയും ജീവിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ ജീവിച്ചു മരിച്ചവർക്ക് വേണ്ടി. ഇത് നോക്കിയാൽ കുരിശുമരണത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന പാപമോചനം എന്ന ഒറ്റ സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. ഇത് കണ്ടോ, നമ്മുടെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചിട്ട് അവൻ കുരിശിലേക്ക് പോയി. എന്തിനു വേണ്ടിയാ? നമ്മൾ പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. ഈ ഭാഗം നമ്മൾ പറയുന്നില്ല. ദാനമാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പൂർണ്ണമായും ഫ്രീ ആണ് ക്രിസ്തുവിൽ പാപമോചനം. പക്ഷേ ഒരു രണ്ടാമത് ജീവിതമില്ല, വീണ്ടും ജനിക്കണം, വീണ്ടും ജനനമാണ്. ക്രിസ്തുവിലായിരിക്കും പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. അപ്പോൾ ഇതൊരു ഡിമാൻഡിങ് ലൈഫാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇതറിയാവുന്നത് കൊണ്ടാണ് പത്രോസ് അപ്പസ്തലനും പൗലോസ് അപ്പസ്തലനും പറഞ്ഞത്, നീതിയോടെ വിധിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം അവനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നരകത്തിനും സ്വർഗത്തിലും എഴുതണമെന്നല്ല, അത് ദൈവത്തിൻ്റെ കാര്യമാണ്. കണക്ക് ചോദിക്കും. ഇപ്പോൾ ജെറാൾഡിന് നൽകിയ ചില കഴിവുകളുണ്ട്, ജെറാൾഡ് നൽകിയ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. അവിടെ ഞാനത് എങ്ങനെ എന്ത് ചെയ്തു എന്നുള്ളതിന് കണക്ക് കൊടുക്കണം. കടം അവിടെ കാണാം. എൻ്റെ കടം ക്ഷമിച്ചു, ജെറാൾഡിൻ്റെ പാപം ക്ഷമിച്ചു. ജെറാൾഡിന് കടം വീട്ടിൽ തന്നു. ജെറാൾഡ് ചെയ്ത പാപത്തിനും ജെറാൾഡിൻ്റെ മാതാപിതാക്കളുടെ പാപത്തിനൊന്നും ജെറാൾഡ് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, ദാനമായി മേടിച്ചു. അതാണ് മനുഷ്യൻ്റെ പാപം മനുഷ്യർക്കെതിരെ പരിഗണിക്കാതെ രമ്യതയുടെ സുവിശേഷം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. രമ്യതയുടെ സുവിശേഷം. സ്തെഫാനോസിനെ കൊന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ആ പൗലോസ് അപ്പോസ്തലനാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അറിയാമല്ലോ, കുതിരപ്പുറത്ത് വീഴുന്ന വ്യാഖ്യാനിക്കേണ്ട സമയം കളയേണ്ട കാര്യമില്ലല്ലോ. അത് മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്താണ് രമ്യതയുടെ സുവിശേഷം, പാപം ക്ഷമിച്ചു എന്നുള്ള സുവിശേഷം ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജീവിച്ചവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ഇനി പഴയ പോലെ ജീവിക്കരുത്, ഇനി പൗലോസിന് വേണ്ടി ജീവിക്കരുത്. ദാനമായി പൗലോസിന് രക്ഷ നൽകിയ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ദൈവവുമായി രമ്യതപ്പെടുവിൻ. അപ്പോൾ ഈ അപ്പസ്തലന്മാരുടെ സുവിശേഷ പ്രഘോഷം വളരെ ഷാർപ്പാണ്. ഈ തീത്തോസ് 2:14 ഒന്ന് വായിക്കാം, അത് കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കും. തീത്തോസ് 2:14 നിങ്ങൾ നോക്കിക്കോ. യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളൊരു ജനതയെ. അപ്പോൾ കുരിശ് പാപമോചകമാണെന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, പത്രോസ് പഠിപ്പിക്കുന്നവർ തന്നെ. പക്ഷേ രണ്ടാമത്തെ കാര്യം വലിയ പ്രശ്നമാണ്. നന്മ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളൊരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കാൻ നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. അപ്പോൾ ബലിയർപ്പണം എന്തിനാ? പാപമോചകമാണെന്ന് പാപമോചനം നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്, നമുക്കറിയുകയും ചെയ്യും. അങ്ങനെയാണ് താൻ, തർക്കമില്ലാത്തതുമാണ്. കാരണം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റിയല്ല, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. യെസ്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ പഠിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക, തികഞ്ഞ അധികാരത്തോടെ പഠിപ്പിക്കുക. ഇതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. നീ രോഗിയാണെങ്കിൽ വന്നിട്ട് നീ പ്രത്യേകിച്ച് പ്രാർത്ഥനക്കാരനാക്കണ്ട. രോഗികളെയോ ദരിദ്രരെയോ പ്രാർത്ഥനക്കാരാക്കി മാറ്റുകയല്ല ചെയ്യേണ്ടത്. അവരുടെ മേൽ കെട്ടടിച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സഭ കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകർക്കുണ്ട്. അവർ പ്രാർത്ഥിച്ചു വിട്ടാൽ മതി. മനസ്സിലായോ? പോലീസുകാരൻ കള്ളനെ പിടിക്കാൻ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, കള്ളനെ പിടിച്ചാൽ മതി. ഡോക്ടർ വൈദ്യം പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ചികിത്സിച്ചാൽ മതി. അപ്പോൾ സഭയിലൊരു ഓർഡറുണ്ട്. അതല്ലേ സഭയിൽ ഒന്നാമത് പ്രബോധകർ അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞ് അപ്പസ്തോലന്മാർ പ്രബോധകർ പറഞ്ഞാൽ ആ ലിസ്റ്റ് വരുന്നതുണ്ടോ? അപ്പോൾ അവർക്ക് ദൗത്യമുണ്ട്. എല്ലാവരും എല്ലാം ചെയ്യേണ്ടതില്ല. ഈ ക്രമം നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ എന്തൊരുന്നറിയാമോ? ആ കുടുംബം, ഇടവക, ഈ ക്രമം നഷ്ടപ്പെട്ടു പോയാൽ ലോകം ഒരു വകയായി പോകും. അതുകൊണ്ടാണ് ക്രിസ്തു കുടുംബത്തിൽ വന്ന് പറഞ്ഞു,
സ്ഥാപിച്ചത് കൂട്ടായ്മ, ഇടവക, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഇടവക. ഇത് രണ്ടും ആണ് മസ്റ്റാണ്. അപ്പോൾ ഏതൊരു ശുശ്രൂഷയും അടിസ്ഥാന ഘടകത്തെ ബലപ്പെടുന്നതായിരിക്കണം. ഇപ്പോൾ മുമ്പേ പറഞ്ഞ വൈദ്യം പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കൊരു ഇന്ന സാഹചര്യം വരുമ്പം ഉപയോഗിക്കാൻ പറ്റിയ 5 വചനങ്ങൾ അല്ലെങ്കിൽ ഇന്ന, അപ്പോൾ അത്തരം പ്രയോഗങ്ങളും ആ ഒരു ശൈലി ഒരുപക്ഷെ ഇതുമായിട്ട് യോജിക്കുന്നത് അല്ല എന്നുകൊണ്ട് കരുതാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞു, അതിപ്പോൾ തെറ്റോ ശരിയോ എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഗതികേടിൽ പെടുമ്പോൾ, ഒരാൾ നിവൃത്തികേടിൽ പെടുമ്പോൾ പലതും ചെയ്യും. പക്ഷെ അത് സാർവത്രികമല്ല. ഇപ്പം ഭയങ്കരമായ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വ്യക്തി 1000 പ്രാവശ്യം വചനം എഴുതും. നമ്മൾ അങ്ങനെ തെറ്റാന്നല്ല പറയുന്നത്, വചനം എഴുതരുതെന്ന് തെറ്റാന്നല്ല പറയുന്നത്. ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലെത്തുന്ന ഒരു വ്യക്തി അത് ചെയ്യും. അല്ലെങ്കിൽ മദ്യപാനത്തിന് തകർന്നു പോയ ഒരു വ്യക്തിയുടെ ജീവിത പങ്കാളി ചിലപ്പോൾ 1000 വചനം എഴുതും. അതിന് അർഹതയുണ്ടോ ചെയ്യണം. നമ്മൾ പറഞ്ഞ സാർവത്രികമായി അതല്ല ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും വിളി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണത് പഠിപ്പിക്കുന്നത്. നോക്കുകയും ഇപ്പറഞ്ഞ സത്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം. ഇവരെല്ലാവരും പറയുന്ന പാപമോചനവും കുരിശുമരണവും രക്ഷയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഫ്രീ ആണ്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ സാധാരണഗതിയിൽ വ്യാഖ്യാനിക്കുന്നില്ല. മനസ്സിലായോ? അതാണ് നേരത്തെ പറഞ്ഞത്. ഒരു മകൻ കച്ചവടം ചെയ്ത് പൊട്ടി, അല്ലെങ്കിൽ എനിക്ക് 2 കോടി നഷ്ടം ഉണ്ടായിരുന്നു, കടമുണ്ടായിരുന്നു, അല്ലെങ്കിൽ 10 ലക്ഷം കടമുണ്ടായിരുന്നു, ജെയ്സ് വീട്ടിൽ തന്നു. ഞാൻ പിന്നെ ജീവിക്കേണ്ട ജീവിതമുണ്ട്. അത് കടത്തിൻ്റെതും തോന്നിവാസത്തിൻ്റെയും അലസതയുടേതുമല്ല, വിശുദ്ധിയുടെയും വിശ്വസ്തതയുടേതാണ്. വിശുദ്ധിയും വിശ്വസ്തതയുടെയാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ജെറാൾഡിൽ കാണപ്പെടണം. ഇതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. നീതിയോടെ വിധിക്കാനൊരു ദിവസം, കണക്ക് ചോദിക്കാനൊരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി അവനെ നിശ്ചയിച്ചിരിക്കുന്നു. ഇതാണ് മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടു. സ്തെഫാനോസ് പറയുക, മനുഷ്യപുത്രൻ സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവമാകിയാൽ വിധി മുഴുവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നേരിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഇനി നമുക്ക് യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് വളരെ മനോഹരം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് നോക്കി, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ ഭക്തി ഇതാണ്. അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പിതാവിൻ്റെ മുമ്പിൽ പള്ളിപ്പോക്കും പ്രാർത്ഥനയും എന്ന് പറയുന്നത് ഇതാണ്. വിധവകളുടെയും അനാഥരുടെയും ഞെരുക്കത്തിൽ അവരുടെ സഹായത്തിനെത്തുക, ഈ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ പാപം ചെയ്യാതെ നിന്നെ തന്നെ സൂക്ഷിക്കുക. സോ സിമ്പിളാണ് ക്രിസ്തീയ ജീവിതം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ കുഞ്ഞുങ്ങൾ വേദാടം പഠിക്കുമ്പോൾ പാടി കിടക്കുന്നത് കേട്ടിട്ടുണ്ടോ? യോഹന്നാൻ 3:16 കേട്ടിട്ടുണ്ടോ? യോഹന്നാൻ 3:16 കേട്ടിട്ടുണ്ടല്ലോ. ദൈവം സ്വപുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയും. അത് അപ്പസ്തോലൻ ഈശോയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി പഠിച്ച കാര്യമാണ്. അപ്പസ്തോലൻ അത് യോഹന്നാൻ അപ്പസ്തോലൻ നമ്മളോട് പറഞ്ഞ എങ്ങനെയാണെന്നറിയാമോ? 1 യോഹന്നാൻ 3:14 പറയുകയാണ്, ഈശോ നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ചതിൽ നിന്ന് സ്നേഹമെന്താണെന്ന് നാം അറിഞ്ഞു. രണ്ടാമത്തെ ഭാഗം പ്രശ്നം. അതുകൊണ്ട് നാമും സഹോദരർക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ ആദ്യ ഭാഗമേ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം, അതിൻ്റെ പ്രത്യുത്തരം എന്താണ് എന്നായിരുന്നു അപ്പോസ്തലന്മാർ കൂടുതൽ ശ്രദ്ധ തോന്നിയിരുന്നത്, അല്ലെങ്കിൽ പ്രബോധനം കൊടുത്ത് പഠിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാം. അതായത് അവർ മനസ്സിലാക്കിയ കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഞാനാണ് 5 അപ്പം, ഇവിടെ 5 അപ്പവും 2 മത്സ്യമുള്ള ഒരു കുഞ്ഞിനെ കണ്ടെത്തി ഞാനാണെന്നും പറഞ്ഞ് അവർ വ്യാഖ്യാനിച്ചോ? അപ്പോസ്തലന്മാർ ലേഖനം എഴുതിയപ്പം വ്യാഖ്യാനിച്ചില്ല. ഈ അന്ധനോട് മിണ്ടാതിരിക്കാൻ ആദ്യം പറഞ്ഞ ഞാനാണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞില്ല. മനസ്സിലായോ? അത്തിയെ ശപിച്ചത് ആദ്യം കണ്ടയാൾ ഞാനാണെന്ന് പറഞ്ഞില്ല. അപ്പം ധൂർത്തപുത്രൻ്റെ ഉപമ ഞങ്ങൾക്കാണ് വ്യാഖ്യാനിച്ച് തന്നത്, രഹസ്യത്തിൽ ഞങ്ങൾക്കാണ് പഠിപ്പിച്ച് തന്നത്. അതുകൊണ്ട് ഉപമ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ മീനിങ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാണോ ലേഖനം എഴുതിയത്? അല്ല. അതെന്തുകൊണ്ടാണ്? അവർക്ക് കൃത്യമായി മനസ്സിലായ കാര്യമുണ്ട്. കണക്ക് കൊടുക്കേണ്ടി വരും. താലന്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം നിരുപാധികമായി കിട്ടുന്ന ക്ഷമ, നിരുപാധികമായ രക്ഷ നമ്മളും നിരുപാധികം കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വിഷയം. അപ്പം അപ്പോസ്തലന്മാർ എന്തുകൊണ്ടാണ് ഈ 2 പേരും പറഞ്ഞ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഭയത്തോടും വിറയലോടും കൂടി നമ്മൾ വായിക്കേണ്ട 2 തിരുവചനങ്ങളാണ് അപ്പോസ്തലന്മാർ. കാരണം അപ്പോസ്തലന്മാരാണ് ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിറ്റിയും നമുക്ക് വ്യാഖ്യാനിച്ച് പകർന്നു തന്നത്. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള സഹനത്തിൻ്റെ കുറവ് ഞാൻ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാർ അവരുടെ സഹനം ചേർത്ത് വെക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ സമ്പത്തുണ്ടല്ലോ, രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും അപ്പോസ്തലന്മാരുടെയും സഹനത്തിൻ്റെയും നന്മയുടെയും സമ്പത്ത് കൂടിയാണ്. അതുകൂടി നമ്മുടെ രക്ഷയ്ക്ക് കാരണമാണ്. അത് ക്രിസ്തുവിൻ്റെ സഹനം കുറവാന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അപ്പോൾ ആ സഹനത്തോടാണ് അപ്പൻ എന്നാലും ഞാൻ എൻ്റെ സഹനം ചേർത്ത് വെക്കുന്നത്, അമ്മ എന്നാലും അമ്മ എൻ്റെ സഹനം ചേർത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് വെച്ചാൽ കൃപയൊഴുകുള്ളൂ. അല്ല അധികാരം എന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ കൃപയൊഴുകില്ല. അപ്പോൾ അപ്പോസ്തലന്മാർ ഈ ചേർത്ത് വെച്ചുകൊണ്ട് അവർ നമ്മളോട് കൃത്യമായി ഇത് പഠിപ്പിക്കാനുള്ളൊരു കാരണം, ഇതിനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ വചനത്തിൽ നോക്കാൻ മനസ്സിലാക്കിയൊരു കാരണം എന്താണെന്നറിയാമോ? ഈ വിവാഹ വിരുന്നിൻ്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞില്ല, വിവാഹ വസ്ത്രം ഇല്ലാത്ത ഒരുത്തനെ കാണുന്നില്ല, പിടിച്ച് പുറത്തോണ്ടിടാൻ പറഞ്ഞു. ഒരു ഉപമ പറയുന്നുണ്ട്.
മറ്റൊന്ന് അവിശ്വസ്തനായ താലന്തിൻ്റെ ഇതിൽ ഉപമയിൽ പറയുന്നുണ്ട്, ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് കൊണ്ട് കൊന്നുകളയുക. ഈ ഉപമ ആരാ നേരിട്ട് കേട്ടെ? അപ്പസ്തോലന്മാർ നേരിട്ട് കേൾക്കുക. നമ്മൾ സൗഖ്യങ്ങളും വിടുതലുകളും അത്ഭുതങ്ങളുമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ അപ്പസ്തോലന്മാർ ശ്രദ്ധിച്ചത് എവിടെയാണ്? അവർക്കെല്ലാം രഹസ്യമായി പറഞ്ഞു കൊടുത്തു എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവർ കൃത്യമായി മനസ്സിലാക്കി. അവരോട് പറഞ്ഞ് നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ പറഞ്ഞാൽ, കാണാതായ നാണയത്തിന് ഉപമ പറഞ്ഞു, നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമ പറഞ്ഞു, ധൂർത്തപുത്രൻ്റെ ഉപമ പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ ചെയ്ത പോലെയൊക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ അനുകരണീയമായ മാതൃക നൽകിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ധൂർത്തപുത്രൻ്റെ ഉപമയും നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെയും ആടിൻ്റെയും ഉപമയൊക്കെ ഇവർക്കിട്ട് കൊടുത്തിരിക്കുന്ന അളവുകോലാണ്. ഇവർ തേടിപ്പോകുന്നുണ്ടോ, ഇവരന്വേഷിക്കുന്നുണ്ടോ എന്നാണ് നമ്മളെന്ത് ചെയ്യുന്നു? ഇത് ദൈവത്തിൻ്റെ സ്വഭാവം മാത്രം എടുക്കുന്നു. പറയുന്നതിൻ്റെ ഇത് മനസ്സിലാകുന്നുണ്ടോ? ഈശോ പാവമാണ്, ഈശോ സ്നേഹമാണ്, ഈശോ ക്ഷമിക്കും. സത്യമാണ്, ഈശോ സ്നേഹം മാത്രമാണ്, ക്ഷമിക്കും, ഒരു സംശയമില്ല, തർക്കമില്ല. പക്ഷെ അപ്പസ്തോലന്മാർക്ക് മനസ്സിലായി ഈ പണി തങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. അല്ല, അങ്ങനെ ആദ്യത്തെ ഭാഗം മാത്രം പറയുമ്പം നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് വരുന്നില്ല. പക്ഷേ അപ്പസ്തോലന്മാർക്ക് നേരിട്ട് അവർക്ക് ഉത്തരവാദിത്വം, അവർക്കറിയാമായിരുന്നു എന്താണ് പറയേണ്ടത്. ലോകത്തോട് സുവിശേഷം പറയാൻ പറഞ്ഞപ്പോൾ അവർക്ക് കൃത്യമായി അറിയാം എന്തായി സുവിശേഷം എന്നുള്ളത്. ഒരു ഉത്തരവാദിത്വം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവമക്കൾ സ്ഥാനം നഷ്ടപ്പെടുത്തി അത് വീണ്ടെടുക്കണം. അതെങ്ങനെയാണെന്ന് പഠിപ്പിക്കലാണ് അവരുടെ ഉത്തരവാദിത്വം എന്നവർ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താലന്തിൻ്റെ ഉപമ, ഭൃത്യനെ കൊണ്ട് കൊല്ലാൻ പറയുന്ന ഉപമ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ, കൂടുതൽ ഫലം കായ്ക്കുന്നവർക്ക് കൊടുക്കും, അല്ലേ? ക്ലാരിറ്റിയോടെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഉപമ. 10 കന്യകളുടെ ഉപമ, 5 പേരെ എണ്ണ കരുതി, 5 പേരില്ല, വാതിലടച്ച് പിന്നെ തുറക്കുകയില്ലെന്ന് പറഞ്ഞു, അല്ലേ? 10 കന്യകളുടെ ഉപമ പഠിപ്പിക്കുന്നു. എന്നെ കർത്താവെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, എൻ്റെ വചനം പാലിക്കണമെന്ന് പറഞ്ഞു. ആരാ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, സഹോദരി? ഇതൊക്കെ അപ്പസ്തോലന്മാർ നേരിട്ട് കേൾക്കുവന്നേ. എൻ്റെ വചനം പാലിക്കുന്നവളാന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ടാണ് അവരിങ്ങനെ പറയാൻ, അവർ നേരിട്ട് പ്രസംഗിക്കാൻ കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഉപമകളും വ്യാഖ്യാനിക്കാതെ. അതുപോലെ നിന്റെ നാമത്തിൽ ഞാൻ ഇന്നത് ചെയ്തില്ലേ, പിശാചുക്കളെ പുറത്താക്കി. ഇപ്പം ലൂക്ക 10:19 പറയുകയാണ്, പിശാചുക്കളുടെ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികൾക്ക് മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കും. നമ്മൾ അതെടുത്ത് സുന്ദരമായിട്ട് വ്യാഖ്യാനിക്കും. തൊട്ട് താഴെ പറയുകയാണ്, പിശാച് വിധേയപ്പെടുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല, സ്വർഗത്തിൽ പേരുണ്ടാകണം. നമ്മുടെ രണ്ടാമത്തെ കാര്യം അങ്ങ് മാറ്റിവെക്കുകയാണ്. ആദ്യ ഭാഗം, ദൈവത്തിൻ്റെ ഭാഗം മാത്രം നമ്മൾ വ്യാഖ്യാനിക്കുക വളരെ കറക്റ്റാണ്. ഇത് കൊണ്ടിരുന്നില്ല. അപ്പോൾ അപ്പസ്തോലന്മാർ ഈ ഉപമകൾ മുഴുവൻ കേട്ടു. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാൻ ആവശ്യമായ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പറയുന്നതിന് ശേഷം യുദ്ധങ്ങളുണ്ടാകും, പട്ടിണിയുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ് എന്നാൽ ആ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാൻ ആവശ്യമായ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മുമ്പിൽ നിൽപ്പിനെക്കുറിച്ച് അപ്പസ്തോലന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന സുഖിപ്പിക്കലിൻ്റെയും ഈ സന്തോഷത്തിൻ്റെയും മാത്രമായ കാര്യങ്ങൾ മാത്രം പറയാതിരുന്നത്. അപ്പോൾ പിന്നെ ഇടയൻ കോലാടുകളെ ചെമ്മരിയാടിൽ നിന്ന് എന്നതുപോലെ വേർതിരിക്കും മനുഷ്യപുത്രൻ്റെ രണ്ടാം വരവിൽ. അപ്പോൾ ഇതെല്ലാം ഇവർ നേരിട്ട് കേട്ടിരിക്കുക. അപ്പം നമ്മൾ കാണുന്ന സൗഖ്യങ്ങളും വിടുതലുകളും അല്ല അവർ കേട്ടത്. അപ്പം വേറെ കാര്യം പറയാമല്ലോ, ഈ ആദ്യം പറയുന്ന ഭാഗം, ഈ ഞാനാണ് ജീവനുള്ള അപ്പം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് എല്ലാവരും ഓടി. ഈശോ വല്ലോ വിട്ടുവീഴ്ച ചെയ്തോ? ഇത് ഇവർ കണ്ടു, ഇവർ അനുഭവിച്ചു. നിങ്ങൾക്കും പോകാൻ ആഗ്രഹമുണ്ടോ മക്കളെന്നാണ് ചോദിച്ചത്, അല്ലേ? എന്നാൽ ഒരു കാര്യം ഇച്ചിരി കട്ടി കുറയ്ക്കാം, ഞാൻ അത് ഓസ്തിയായിട്ട് തരാം, അപ്പം നിങ്ങളങ്ങ് വിശ്വസിച്ചാൽ മതി, ശരീരമൊന്നുമല്ല, ഇച്ചിരി കട്ടിയൊക്കെ കുറച്ചേക്കാം, പ്രതീകാത്മകമായി ഭക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഡൈല്യൂട്ട് ചെയ്തോ? ഇല്ലല്ലോ, നിങ്ങൾക്ക് വേണേൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഗുരുവിൽ കാരുണ്യവും കാഠിന്യവും ഒന്നുപോലെ സമന്വയിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെയാണ് പത്രോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ നമുക്കിവിടെ കടന്നു നോക്കി ഇങ്ങനെയാണ് പറയുന്നത്, എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത സ്ഥിതിക്ക് നിന്നോടും കാണിക്കുകയില്ല. നിന്നോടെന്ന് പറയണ്ട, എന്നോടും കാണിക്കുകയില്ല. എപ്പോഴും എളുപ്പം അങ്ങോട്ട് പറയാമെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. സ്വാഭാവിക ശാഖകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തിനോട് കാരുണ്യം കാണിക്കാത്ത സ്ഥിതിക്ക് നിന്നോടും കാണിക്കുമെന്ന്. നമ്മൾ കൃപ ലഭിച്ചവരാണ്. ഇസ്രായേലിന് ഒരു കഠിനമായ നടത്തിപ്പിൻ്റെ വഴിയുണ്ടായിരുന്നു. നമ്മൾക്ക് ദാനമാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ 4 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഒരു 4 തലമുറ മുമ്പ് നമ്മൾ ആരാ? അല്ലെ 10 തലമുറ മുമ്പ്, 2000 വർഷം നമ്മൾ ആരാ? സ്വാഭാവികമായി നമ്മളോട് കരുണ കാണിച്ചാലാണ്, അതിസ്വാഭാവികമായ കരുണ ലഭിച്ചവരാണ് നമ്മൾ. അപ്പോൾ സ്വാഭാവിക ശാഖകളായെന്ന് ഇസ്രായേലിനോട് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ നമ്മളോട് കാണിക്കുമോ? ഇതാ ചോദ്യം വരെ. ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞ ഇസ്രായേലിൽ സമാധാനം എന്ന് പറയുന്നത്, ഇവിടെ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ 6 മക്കളുണ്ടെന്ന് കൂട്ടിക്കോ, യഹൂദിൻ്റെ വീട്ടിൽ ജെറുസലേമിൽ 6 മക്കളുണ്ടെന്ന് കൂട്ടിക്കോ. 3 പേർ ഉറങ്ങുമ്പോൾ 3 പേർ ചുറ്റും നടക്കുക, എന്നിട്ട് ഇവർ പറയാം സമാധാനം ഉണ്ടെന്ന്. യഥാർത്ഥ സമാധാനം ആണോ? ആണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഈസ് ഇറ്റ് റിയൽ പീസ്?
സാങ്കേതികമായ ഏറ്റവും മുന്നിലാണ്, ബൗദ്ധികമായ ഏറ്റവും മുന്നിലാണ്, ജീവിത നിലവാരത്തിൽ സാമ്പത്തികമായിട്ട് സൈനിക ശേഷി മുൻപന്തിയിൽ തന്നെയാണ്. പക്ഷെ ഞാൻ പറയാണ്, എൻ്റെ വീട്ടിൽ 6 പേരുണ്ട്. ഞങ്ങൾ 4 പേര് കാവലും 2 പേര് കിടന്നുറങ്ങുവാണ്. നിങ്ങളെല്ലാവരും വന്നിട്ട് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. കാരണം ഏറ്റവും അത്യാധുനികമായ ആയുധം ഞങ്ങളുടെ കയ്യിലാണ്. അത് സമാധാനമാണോ? ആണോ? ശരിക്കും പറഞ്ഞാൽ സമാധാനമല്ല. സമാധാന രാജാവായ ക്രിസ്തുവിന് മാത്രമേ സമാധാനം നൽകാൻ പറ്റുള്ളൂ എന്ന് ഇസ്രായേൽക്കാർ മനസ്സിലാക്കുന്നിടം വരെ ഇത് തുടരുമെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. സമാധാന രാജാവായ ക്രിസ്തുവിന് മാത്രമേ സമാധാനം നൽകാൻ പറ്റുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നിടം വരെ. ആ സമയം ഉണ്ടാകും തീർച്ചയായും. കാരണം 12,000 വർഷമായി നിങ്ങൾ അനുഭവിക്കുന്നു. അതുണ്ടാവും. കാരണം കുറച്ച് പേരുടെ വിശ്വസ്തത അവിടെയുണ്ട്. അതിൽ കർത്താവ് ഫലം കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷെ അതുവരെ പീഡനമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവരോട് കാണിക്കില്ലെങ്കിൽ നമ്മളോട് കാണിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പീഡനം ഉണ്ടാകും, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചാണകം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചാപ്പ് കുത്തുക. അത് വേറൊരു വിഷയമാണ്. അപ്പം ആ അവിശ്വസ്തതയ്ക്കുള്ള ശിക്ഷയെന്ന് ഞാൻ പറയില്ല. ഞാൻ വീണ്ടും നമുക്ക് പറയാം, ശിക്ഷയെക്കുറിച്ച് പറയാൻ നമുക്ക് അർഹതയില്ല. ശിക്ഷണം, മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷ കൊടുക്കുകയല്ലോ, ശിക്ഷണമല്ലേ. നശിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലല്ലോ, മറിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ അല്ലേ എന്ന് പറഞ്ഞതുപോലെ. ഇല്ലെങ്കിൽ നമുക്ക് ശിക്ഷണം കിട്ടുമെന്നുള്ള വിവരം അപ്പസ്തോലന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്നതാ, വേദക്കാരൻ്റെ ഉപമ ആരും ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അതിൻ്റെ യഥാർത്ഥ മീനിങ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഫിലിപ്പിയർ കത്ത് എഴുതിയില്ല. അതിൻ്റെ യഥാർത്ഥ മീനിങ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഗലാത്യരുടെ കത്ത് എഴുതിയില്ല. കാരണം ആരോടാണ് പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിനെ അറിഞ്ഞവരോടാണ്. അപ്പം എന്താണ് അവരോട് പറയേണ്ടത്? വിശുദ്ധി, വിശ്വസ്തത. ഇതാണ് ശരിക്കും ബൈബിൾ. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന സുവിശേഷ പുറകോട്ട്. പക്ഷേ 40 കൊല്ലം പുറകോട്ട് പോയാൽ ഇങ്ങനെയില്ലായിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ദൈവശാസ്ത്രമൊന്നും അറിയത്തില്ലെങ്കിൽ പണ്ടുള്ള ഒരു നാട്ട് ഭാഷയെ പറയുന്ന പോലെ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്നത് ഇതുമായിട്ട് വളരെ ചേർന്ന് കറക്റ്റാണ്. നമ്മുടെ ഉത്തരവാദിത്തം അവിടെയുണ്ട്. ഉണ്ട്. അതെ, അതാണ് വരേണ്ടത്. ഈ താൻ പാതി ചെയ്യാതെ ദൈവത്തിലേക്ക് കൊണ്ടുവരാം. മറ്റൊന്ന് പറയാം, ഒരു 30 കൊല്ലം മുമ്പ് ഞാൻ ഓർക്കുന്നു. ഇപ്പം എൻ്റെയൊക്കെ മാതാപിതാക്കൾ, ഇപ്പോൾ ജെയ്സ് കുറച്ചുകൂടെ ജൂനിയറായി, എന്നാലും എനിക്കായിരുന്നു ജെയ്സിൻ്റെ പപ്പയും അമ്മയും പള്ളിയിൽ പോയത് എന്തിനു സാധിക്കാൻ വേണ്ടിയാണോ? അല്ലല്ലോ. അവരുടെ പപ്പയും അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ? സ്വാഭാവികമായി മകന് ജോലി കിട്ടണമെന്ന് പറഞ്ഞ് പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കും. പക്ഷേ അവരുടെ എയിം അതായിരുന്നോ? അല്ലല്ലോ. കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും നാണക്കേടുണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. അതിലൊക്കത്തെ വീട്ടിലെ കൊച്ചിൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ ശാപം എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. അതൊരു തടസ്സമാണെന്ന് പറയുമായിരുന്നോ? ഇല്ല. അപ്പം അനുഗ്രഹിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അതിനു വേണ്ടിയല്ല പള്ളിപ്പോക്കും പ്രാർത്ഥനയും നടത്തി. ഇറ്റ് വാസ് അതൊരു ബന്ധമായിരുന്നു, അല്ലേ? മനോഹരമായ ഒരു ബന്ധമായിരുന്നു. കർഷകനെ കാർഷിക വൃത്തിയിൽ തുടരുവാൻ അത് ബലപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. കച്ചവടക്കാരൻ, ക്രിസ്ത്യൻ രാഷ്ട്രീയക്കാരൻ, ഉദ്യോഗസ്ഥർ, അവർക്കെല്ലാം അവരുടെ മേഖലയിൽ ബലപ്പെടുത്തുന്ന ഒരു ബലമായിരുന്നു ഈ ക്രിസ്ത്യാനിറ്റി, പള്ളിപ്പോക്ക്, പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ പിന്നീടാണ് എന്ത് മാറിയത്? ഇത് മേൽഗതിക്കുള്ളൊരവസ്ഥയായിട്ട് മാറിയത് എന്നുള്ളതാണ്. വിശ്വാസത്തിലോട്ട് വന്നവരോടും വരാത്തവരോടും പറയേണ്ടത് എന്താണെന്നുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം ഈ കൺഫ്യൂഷൻ തുടരുമെന്നുള്ളതാണ്. വിശ്വാസത്തിൽ വന്നവർക്ക് പാരമ്പര്യ സഭയിലെ സംവിധാനങ്ങളിലൂടെ വിടുതലും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പം ഓരോരുത്തരെയും അവനവൻ്റെ വിളിക്കനുസരിച്ച് പരിശീലിപ്പിക്കാതെ എല്ലാവരെയും പ്രാർത്ഥനക്കാരാക്കി മാറ്റിയാൽ ഈ അപകടം ഉണ്ടാവും. ഓരോരുത്തരെയും പ്രാർത്ഥനക്കാരാക്കി മാറ്റേണ്ടത് എന്തിനാ? അതാത് മേഖലയിലുള്ള അഭിഷേകത്തിന് വേണ്ടി. IT പ്രൊഫഷണൽ പ്രാർത്ഥനക്കാരനായ പ്രാർത്ഥനക്കാരിയെ മാറേണ്ടത് എന്തിനാണ്? IT മേഖലയിൽ കൃത്യം സാന്നിധ്യം ഉയർത്തിപ്പിടിക്കാനാണ്. മെഡിക്കൽ മേഖലയിൽ കൃത്യം സാന്നിധ്യം ഉയർത്തിപ്പിടിച്ച് അവിടുത്തെ വിശദീകരിക്കാനാണ്. സുവിശേഷകൻ പൗലോസിൻ്റെ തീക്ഷ്ണതയോടുകൂടി സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. മദർ തെരേസ ഇവിടെ നിൽക്കുന്നവർ ആ ദൈവത്തിൻ്റെ കാരുണ്യം, ക്രിസ്തുവിൽ ഞാൻ ദരിദ്രരെ കാണുന്നു, ദരിദ്രരിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നു, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് ചെയ്യുന്നത്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ, ചാവറയച്ചൻ അത് കണ്ടു, പള്ളിയും പള്ളിക്കൂടങ്ങളും വരട്ടെ, വിശക്കുന്നത് കണ്ടു, ഉച്ചക്കഞ്ഞി കൊടുക്ക്, അതിനുവേണ്ടി അഭിഷേകം വരികയാണ് ചെയ്യുന്നത്. നമ്മളിതിനെല്ലാം ഓരോരുത്തരും അവർക്ക് ഈ വിശുദ്ധർക്ക് ഇതെല്ലാം കൃത്യമായിട്ട് വേർതിരിച്ചറിയാമായിരുന്നു എന്നുള്ളതാണ്. ഒരു 40 വർഷം മുമ്പുള്ളതായ ഒരു 40 വർഷമേ ആയുള്ളൂ നമ്മളിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇത് അടിയന്തരമായി തിരുത്തിയിട്ട് ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നില്ല എങ്കിൽ. ഈ 40 വർഷം എന്ന് പറയുമ്പോൾ അതിലും എന്തെങ്കിലും എന്തായിരിക്കും പ്രധാനമായിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? അങ്ങനെ എങ്ങനെ 40 വർഷമായിട്ടാണ് ഇതിൽ നിന്നൊരു വ്യത്യാസം വരുന്നത് എന്നാണല്ലോ. അതിൽ കാഴ്ചപ്പാടിൽ മൊത്തം മാറ്റം വന്നു. ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മൊത്തം മാറ്റം. ഇതിനകത്ത് ഈ നമ്മുടെ നാടൻ ചൊല്ലുണ്ട്, തടിയുടെ വളവിലും ആശാരിയുടെ ചെത്തിലും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇത് അറിയാതെ സംഭവിച്ചു പോയതാണ്. ഇത് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റിയെ വാർത്തെടുക്കാം എന്നോർത്തുകൊണ്ട് ചെയ്തൊന്നുമല്ല. മനസ്സിലായോ? ഇപ്പോൾ കരിസ്മാറ്റിക് തന്നെ ആദ്യകാലം വന്നു കഴിഞ്ഞാൽ ഇടവകയെ വൈബ്രൻ്റ് ആക്കുമായിരുന്നു. ശക്തമായ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഇടവകയിലുണ്ടായിരുന്നു. കൗതാശിക ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരെ തേടിപ്പിടിച്ചുകൊണ്ട് ധ്യാനിപ്പിക്കുമായിരുന്നു. ഉണ്ണാനും ഉടുക്കാനും ഞായറാഴ്ച പള്ളിയിൽ പോക്കും ഒക്കെ ഉള്ളവർ ധ്യാനിക്കാൻ പോകുന്നില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം എന്താ? വിശ്വാസത്തിൽ തളർന്നു പോയവർ, വീണുപോയവർ, ആത്മഹത്യയിലെത്തി നിൽക്കുന്നവർ, വഴിമുടങ്ങിയവരായിരുന്നു
വിശ്വാസികളിൽ ധ്യാനത്തിന് പോയവരും മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയാത്തവരുമായിരുന്നു. ഈ വ്യത്യാസങ്ങളൊക്കെ നമ്മളങ്ങ് നഷ്ടപ്പെടുത്തിയിട്ട് സാർവത്രികവൽക്കരിച്ചു അറിയാമോ? സാമാന്യവൽക്കരിച്ച് സാർവത്രികവൽക്കരിച്ച് ഇതിൻ്റെ പവിത്രതയും ഊർജ്ജവും നമ്മൾ നഷ്ടപ്പെടുത്തി. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ക്രമേണ സംഭവിച്ചു പോയി. അങ്ങനെ അതിനകത്ത് എനിക്കും എൻ്റെ പങ്കുണ്ട്, വിവിധങ്ങളായ രീതിയിൽ എൻ്റെ പങ്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അതിനകത്ത് അറിഞ്ഞോ അറിയാതെയുള്ള പങ്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഏകദേശം ഒന്ന് പറഞ്ഞു വെക്കാനുള്ളത് ജെയ്സിന് മറുപടിയായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെന്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെളിച്ചത്തിൽ നമ്മളെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമ്പോഴേ എനിക്ക് പറയാനുള്ളത്, ഈ പോപ്പുലർ ഡിവോഷനുകളുണ്ട്. ഞാൻ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല, പറയാത്തതിന് കാരണം വെച്ചാൽ അവർ പോപ്പുലർ ഡിവോഷൻ അതിൽ തന്നെ തെറ്റായതുകൊണ്ടല്ല. കാരണം പോപ്പുലർ ഡിവോഷനുകളും കരിസ്മാറ്റിക്കുകളും മൂവ്മെൻറ്റുകളാണ്. വിശ്വാസ തലത്തിൽ വീണുപോയ വിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അനുവദിക്കുന്ന മൂവ്മെൻറ്റ്. കാരണം ഒരു ഗതികേടിലാകുന്ന വ്യക്തിക്ക് അതിൻ്റെ പ്രശ്നം അതിൻ്റെ മനസ്സിലാവുള്ളൂ. ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം, ഒരു ധ്യാനത്തിൻ്റെ ആവശ്യം, ഒരു ഉടമ്പടിയുടെ ആവശ്യം, ആ ഗതികേടിലാകുന്ന വ്യക്തിക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് പുറമേ നമുക്ക് അതുകൊണ്ട് ഇവരെ വിധിക്കാൻ പറ്റിയല്ല. പോപ്പുലർ ഡിവോഷനുകളായിക്കൊള്ളട്ടെ, കരിസ്മാറ്റിക്കുകളായിക്കൊള്ളട്ടെ, വ്യവസ്ഥാപിത സഭയെ, ദൈവത്താൽ സ്ഥാപിതമായ കുടുംബം, ഇടവക എന്ന് പറഞ്ഞ 2 സംവിധാനങ്ങളിൽ പെട്ടവരെ ഉണർത്തുപാട്ടുകാരാണ് അവർ. സിസ്റ്റമല്ല ഒരിക്കലും. ഇത് സിസ്റ്റമായി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മശോധനയ്ക്ക് തയ്യാറാണ്. സിസ്റ്റമായി മാറിയാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? 2 സിസ്റ്റം നിലനിൽക്കും. ഒന്ന് പാരമ്പര്യ സഭയെന്നും മറ്റൊന്ന് ഭക്തസഭയെന്ന് നിൽക്കും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അനുസരണക്കേടുണ്ടാവും, വിധേയത്വം ഉണ്ടാവില്ല, കെയോസ് കടന്നു വരും. അപ്പോൾ ദൈവത്താൽ സ്ഥാപിതമായ കുടുംബം, ഇടവക, അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ, ഇതിനെ 2നെയും ബലപ്പെടുത്തുന്നതിനും ഉണർത്താനും വേണ്ടി ഇതിൽ വീണു നിൽക്കുന്നവർ, ഈ കുടുംബം, ഇടവക, ഈ 2 സംവിധാനങ്ങളിൽ മുമ്പോട്ട് പോകാൻ പ്രയാസം അനുഭവിക്കുന്നവരെ ഉണർത്തി സൗഖ്യപ്പെടുത്തി തിരിച്ചയക്കുന്ന പരിശുദ്ധാത്മ ശുശ്രൂഷയാണ് പോപ്പുലർ ഡിവോഷനും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതിൽ ഏതാണ് ശരി എന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയും പാടില്ല. കാരണം 2ഉം അത്യന്താപേക്ഷിതം ഒഴുക്കാൻ പറ്റിയല്ല. പക്ഷേ അത് സിസ്റ്റമല്ല എന്നുള്ളതാണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിൽ രോഗിയായിരിക്കുന്ന മൂപ്പനെ സമീപിക്കും. അവസരം പഠിക്കും. അവർ ക്ലാരിറ്റി നോക്കിയിട്ടുണ്ടോ? അപ്പോൾ രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം? പോയൊരു ധ്യാനം കൂടി, ആത്മീയോ ശാരീരിക രോഗിയാണ്, ധ്യാനം കൂടി തൈലം പൂശി പ്രാർത്ഥിക്കാൻ പറയണം മൂപ്പൻ്റെ അടുത്ത് ചെന്ന്, സഭ അംഗീകരിച്ച വ്യക്തിയുടെ അടുത്ത് ചെന്ന് പറയണം. ഇനി നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്ക്, നിങ്ങളൊരു ധ്യാനത്തിന് പോകും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുകയാണ് ധ്യാനത്തിന് പോകും. അല്ല നമ്മൾ കരിസ്മാറ്റിക്കിനെതിരായിട്ടെന്നുള്ള അങ്ങനെ ഒരു ചിന്തയെ ഇതിനകത്ത് വരാൻ പാടില്ലാത്തത്. അതല്ല ഉദ്ദേശിക്കുന്നത്. വിശ്വാസികൾക്ക് 2ഉം ഒരേപോലെ ആവശ്യമാണ്. പക്ഷേ ആത്യന്തികമായിട്ടും ഇത് ദൗത്യം എന്ന് പറയുന്നത് ഈ കുടുംബവും സഭയും ഇതിനെ ബലപ്പെടുത്തുന്ന അറിയണം. ക്രമമുണ്ടെങ്കിൽ, ചുവറുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. ഒരു കൂട്ടായ്മ കണ്ടോറുകളെ ഒരു ഏർപ്പാടെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പരിപാടി ആരുടെയും പരിപാടി അല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് സിസ്റ്റമായി മാറിയാലത് അപകടം ഉണ്ടാകും. ഫലം പുറപ്പെടുവിക്കാതെ വരുന്ന സംവിധാനം ഉണ്ടാകും. അപ്പോൾ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ സിസ്റ്റമായിട്ട് നിൽക്കണം. അപ്പോൾ കർത്താവിനാൽ സ്ഥാപിതമായ കർത്താവ്, അതുകൊണ്ടാണല്ലോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈശോ കുടുംബത്തല്ലേ വന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവതരിക്കാറുണ്ടല്ലോ. അത് ചെയ്യാതിരുന്നതിന് കാരണമാണ് ഈ ക്രമം. കുടുംബമാണ് സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും അടിത്തറ. അപ്പോൾ നല്ല കുടുംബം, അപ്പോൾ കുടുംബത്തെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. കുടുംബത്തെ ശക്തിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി നല്ല സഭയുണ്ടാകും. നല്ല കുടുംബം, നല്ല സഭ, നല്ല രാഷ്ട്രം. ഇതായിരിക്കണം നമ്മുടെ ശുശ്രൂഷകളുടെയും നമ്മുടെ ആത്മീയമായ ലക്ഷ്യങ്ങളുടെയും എല്ലാം, ആത്മീയമായ ശുശ്രൂഷകളുടെയും നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ലക്ഷ്യമായി നിൽക്കേണ്ടത് അതാണ്. അപ്പോൾ കൺക്ലൂഷനായിട്ട് പറയുമ്പം ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരമില്ല. ആരെങ്കിലും സൃഷ്ടിച്ചോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. ആരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതുമല്ല. പക്ഷേ ഇപ്പോൾ ഈ വ്യത്യാസം വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ട്. അതിനും ഒരുപക്ഷെ മനുഷ്യന് ഈ വിധി എന്ന് പറയുന്നതിനെ ഭയപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാം. പിന്നെ ഈശോ പാപമായതുകൊണ്ട് കുരിശിൽ മരിച്ചതുകൊണ്ടും ക്ഷമിച്ചതുകൊണ്ടും സ്വാഭാവികമായി ഈശോയുടെ ആ ഒരു ആംഗിൾ ഉയർത്തി കാണിക്കാനാണ് നമുക്ക് താല്പര്യം നിൽക്കുന്നത്. റെസ്പോൺസിബിൾസ് ഇപ്പോൾ നമ്മുടെ മക്കളെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മക്കൾക്ക് എപ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനാണല്ലോ അവർക്കിഷ്ടം. അവരെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടണം. ഒരു 10, 20, 25 വയസ്സൊക്കെയാണ് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ പിള്ളേർക്ക് അതിന് ശേഷമാണെങ്കിലും സ്വാഭാവിക ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ, കഷ്ടപ്പാടില്ലാതെ എന്ന് പറഞ്ഞതുപോലെയാണ് ഉത്തരവാദിത്വപൂർണ്ണമായൊരു ജീവിതത്തിലേക്കുള്ള വിളിയാണ് ക്രിസ്തീയ ജീവിതം. ആസ് എ കൺക്ലൂഷൻ പറയാൻ, ക്രിസ്തീയ ജീവിതം ഒരു ജീവിത രീതിയാണ്, വിശുദ്ധിയുടെയും വിശ്വസ്തതയാണ്. എവിടെ പോയാലും അത് പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു യഹൂദൻ, എവിടെ പോയാലും അവൻ യഹൂദനാണ്. അപ്പോൾ എന്താണ് ക്രിസ്തു, എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് നമ്മൾ പഠിച്ചു വന്നാൽ മാത്രമേ നമുക്ക്, അതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞു കൊടുത്തത്. അവർ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിറ്റിയെയും വിശ്വാസികൾക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ ലോകത്തോട് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ പാപം ദൈവം നിരുപാധികം ക്ഷമിച്ചു എന്നുള്ളതിന് തെളിവാണ് ക്രിസ്തു. മനുഷ്യൻ്റെ പാപത്തിന് മനുഷ്യന് പരിഹാരം ചെയ്യാൻ പറ്റില്ല, അതിന് കളങ്കമില്ലാത്തവന് മാത്രമേ പറ്റുള്ളൂ എന്നതിന് തെളിവാണ് ക്രിസ്തു.
അതുകൊണ്ട് എന്തുണ്ട്, ഇത് പറഞ്ഞിട്ട് അവർ പറഞ്ഞ കാര്യം ഓർക്കണേ, ഇത് പറഞ്ഞിട്ട് അവർ പറഞ്ഞു എന്നതാ, അതുകൊണ്ട് വ്യഭിചാരിക്ക് ഇനി വ്യഭിചാരത്തിൽ തുടരാൻ പറ്റില്ല, കാരണം നിൻ്റെ പാപം നിരുപാധികം ക്ഷമിക്കുന്നു. കള്ളനിനെയും കക്കാൻ പറ്റുകയില്ല, കാരണം നിൻ്റെ പാപം നിരുപാധികം ക്ഷമിക്കാൻ തയ്യാറായവൻ ക്രിസ്തു. ഇതാണ് അവർ ലോകത്തോട് പറഞ്ഞത്. കള്ളന് കള്ളൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റിയല്ല, അതിന് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കൊലപാതകയ്ക്ക് ഇനിയും കൊലപാതകത്തിൽ തുടരാൻ പറ്റില്ല, നിന്നോട് നിരുപാധികം ക്ഷമിക്കുന്നവരവൻ നിന്നെ വിളിക്കുന്നു. പിടിച്ചുപറിക്കാരന് ഇനി പിടിച്ചുപറിയിൽ തുടരാൻ പറ്റില്ല, നിന്നോട് നിരുപാധികം ക്ഷമിക്കുന്നവരവൻ വിളിക്കുന്നു. കള്ളക്കച്ചവടക്കാരന് കള്ളക്കച്ചവടത്തിൽ തുടരാൻ പറ്റില്ല, നിന്നോട് നിരുപാധികം ക്ഷമിക്കുന്നവരവൻ വിളിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ള ദൈവസങ്കല്പമല്ല യഥാർത്ഥം. ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു, നിരുപാധികം ക്ഷമിച്ച് വിളിക്കുകയാണ്, അവനിലേക്ക് വരിക. ഇതവർ പ്രസംഗിച്ചത്. ഈ പ്രസംഗം കേട്ടപ്പോൾ എന്തുണ്ടായി? ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പം ഇതാണ് ഈ സത്യസുവിശേഷം അവർ ലോകത്തോട് പ്രസംഗിച്ചു, വിശ്വാസികളോട് വിശ്വസ്തതയെക്കുറിച്ചും പ്രസംഗിച്ചു. ഈ തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരേണ്ടത്. ലോകത്തോട് കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കാതെ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നും, ക്രിസ്തീയത ദൈവത്വം ക്രിസ്തുവിലാണ് വെളിപ്പെട്ടതെന്നും, മനുഷ്യൻ്റെ പാപത്തിന് മനുഷ്യന് പരിഹാരം ചെയ്യാൻ പറ്റില്ല എന്നും, അത് ക്രിസ്തുവാണ് ചെയ്തതെന്നും, പാപിക്ക് പാപത്തിൽ തുടരാൻ പറ്റില്ലെന്നും, കാരണം ക്രിസ്തു നിരുപാധികം ക്ഷമിക്കുന്നുവെന്നും അവർ ലോകത്തോട് പറഞ്ഞു. അപ്പോൾ ഒന്നുകിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വന്നു, അല്ലെങ്കിൽ പീഡനം വന്നു. യഥാർത്ഥ സുവിശേഷം പറയുമ്പോൾ രണ്ട് രീതിയിലൊന്നും സംഭവിക്കും. ഒന്നുകിൽ ആ വ്യക്തിയെ ചാപ്പകുത്തും, അപമാനിക്കും, അതല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകും. അതാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. ലോകത്തോട് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു, വിശ്വാസികളോട് വിശ്വസ്തതയെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം.